പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇന്ന് വന്നേക്കും തന്നെ. ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നേതൃത്വ പാടവം വിലയിരുത്തുന്നത് അനുധാവനം ചെയ്യുന്ന അണികളുടെ സംഖ്യ വിലയിരുത്തിയല്ല, മറിച്ച് അനുയായികളുടെ സ്വഭാവ മഹിമ വിലയിരുത്തിയാണ്. ഗുരുവിൻ്റെ മഹത്വം മാതൃകാപരമായ ശിഷ്യന്മാരുടെ സ്വഭാവ മഹിമയിലൂടെയാണല്ലോ വിലയിരുത്തപ്പെടേണ്ടത്. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ആരാണ് യഥാർത്ഥ ഗുരു? എന്തായിരിക്കണം ക്രിസ്തീയ നേതൃത്വത്തിൻ്റെ പ്രവർത്തന ശൈലി? ഇത് വിവരിക്കുന്ന വേദഭാഗമാണ് ശ്ലീബാ പെരുന്നാളിന് ശേഷം രണ്ടാം ഞായറാഴ്ച വിശുദ്ധ ഏവൻഗേലിയോൻ വായനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവും ശിഷ്യന്മാരും പടക് കയറി അക്കരയ്ക്ക് പോകുന്നു. ഒരു ചെറിയ യാത്ര. ആ യാത്രയിൽ ശിഷ്യന്മാർ അപ്പമെടുക്കുവാൻ മറന്നുപോകുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു, പരീശരുടെയും സാധുക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിക്കണം. ശിഷ്യന്മാർ വിചാരിക്കുന്നത് അപ്പമെടുക്കുവാൻ മറന്നുപോയതുകൊണ്ടായിരിക്കാം യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നത്. അവരുടെ ഹൃദയവിചാരം മനസ്സിലാക്കി കർത്താവ് പ്രതികരിക്കുന്നു, അല്പവിശ്വാസികളെ, അപ്പമെടുക്കായികയാലാണോ ഞാൻ ഇപ്രകാരം പറഞ്ഞത്? നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലയോ? 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം പുരുഷന്മാരും എണ്ണിക്കൂടാതെ വന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും ഭക്ഷിച്ചിട്ടും മിച്ചം 12 കൊട്ട എടുത്തില്ലേ? അപ്രകാരം തന്നെയായിരുന്നു 7 അപ്പവും കുറെ മീനുകളും കൊണ്ട് നിർവഹിച്ച അത്ഭുതവും. അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, അപ്പത്തിൻ്റെ അഭാവമല്ല ഗുരുവിൻ്റെ മനസ്സിനെ അലട്ടുന്നത്, മറിച്ച് പരീശന്മാരുടെയും സാധുക്യരുടെയും ദുരുപദേശത്തിൻ്റെ സ്വാധീനം തൻ്റെ ശിഷ്യന്മാരെ എപ്രകാരം ബാധിക്കും എന്നതാണ് ഗുരുവിൻ്റെ മനസ്സിലെ പ്രധാന വിഷയം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ആധുനിക കാലഘട്ടത്തിൽ വർത്തമാന കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ തിരിച്ചറിയുവാൻ ക്രിസ്തീയ നേതൃത്വത്തിന് ഗുരുസ്ഥാനികൾക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ ഈ വേദഭാഗം ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാലികമായ ചോദ്യം. കാതലായ വിഷയങ്ങൾ തിരിച്ചറിയുവാനും കാലികമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ മാർഗദർശനം നിർവഹിക്കുവാനും ക്രൈസ്തവ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രസക്തമായൊരു ചിന്തയാണ്. ഞാൻ ഇപ്രകാരം ഈ വേദഭാഗത്തെ വിവരിക്കുന്നതിൻ്റെ കാരണം, യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ അനവധിയായിരുന്നു. അതിൽ ചില വിഷയങ്ങളൊക്കെ യേശുക്രിസ്തു തൻ്റെ പ്രബോധനത്തിലും പ്രവർത്തനത്തിലും ഭാഗവാക്കാക്കിയിരുന്നു എന്നത് സത്യമാണ്. യഹൂദ സമൂഹത്തിൽ നിലനിന്ന ദാരിദ്ര്യം, ഇക്കണോമിക്കൽ ഇഷ്യൂസ്, അത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ ഇക്കണോമിക്കൽ ഡിസ്പാരിറ്റി യേശുക്രിസ്തു വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ യഹൂദ സമൂഹത്തിൽ നിലനിന്ന വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് ഹേരോദാവിൻ്റെ ഭരണവും അതുപോലെ തന്നെ റോമാ സാമ്രാജ്യം യഹൂദന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയമായ അടിമത്തവും. അനവധി വിഷയങ്ങൾ, അനവധി സാമൂഹിക രാഷ്ട്രീയ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ കാതലായ വിഷയം, യേശുക്രിസ്തുവിനെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തട്ടിയ കാതലായ വിഷയം, അവിടെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ നേതൃത്വം, ശരിയായ ഗുരുസ്ഥാനം, അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടത്. ശിഷ്യന്മാരുടെ മനസ്സിൽ ഇനിയും പടകിൽ അവശേഷിക്കുന്നത് ഒരപ്പം മാത്രം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വേദഭാഗത്ത് ഇതേ സംഭവം
മർക്കോസ് എവൻഗേലിയോസ് വേറൊരു രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, ശിഷ്യന്മാരുടെ കൈവശം ഒരപ്പം മാത്രം. ശിഷ്യന്മാരെ സംബന്ധിച്ച് അപ്പത്തിൻ്റെ അഭാവം യഹൂദന്മാർ അഭിമുഖീകരിച്ച ആ കാലഘട്ടത്തിലെ പ്രധാന വിഷയവുമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ അപ്പത്തിൻ്റെ അഭാവം സമൂഹം അഭിമുഖീകരിക്കുന്ന ദാരിദ്ര്യത്തെക്കാൾ ഉപരി മതജീവിതത്തിന് നേതൃത്വം നൽകുന്ന പരീശന്മാരും സാധൂക്യരും നിർവഹിക്കുന്ന ദുരുപദേശം ജനതയെ സ്വാധീനിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയായി, കാതലായ വിഷയമായി യേശുക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമ്മുടെ ആധ്യാത്മികതയെ ഈ തലത്തിലൊന്ന് നിർവചിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമുക്കറിയാം, അന്നത്തെ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ യേശുക്രിസ്തു ഇടപെട്ട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കർത്താവിൻ്റെ ജനസമ്മതി വല്ലാതെ വർദ്ധിച്ചേനെ. ഇന്ന് അല്പം നേതൃത്വ ഗുണങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജനസമ്മതിക്ക് വേണ്ടി ജനത്തിന് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു അങ്ങനെ ചെയ്തില്ല. ആത്മീകമായ ദുരുപദേശം അതൊരു തലമുറയെ എങ്ങനെ സ്വാധീനിക്കും, പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ മനസ്സിൽ ആ ദുസ്വാധീനം എത്രമാത്രം ഉണ്ടാകും, അതായിരിക്കും തലമുറയിലേക്ക് വരുന്ന വലിയ വിഷയം. അത് യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ ശക്തമായി നിഴലിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, സൂക്ഷിക്കണം, പരീശന്മാരുടെയും സാധൂക്യരുടെയും പുളിമാവിനെ സൂക്ഷിക്കണം. ആ പുളിമാവ് വരുത്തുന്ന ബയോളജിക്കൽ ചേഞ്ചസ്, അത് നിർവഹിക്കുന്ന വ്യതിയാനങ്ങൾ വളരെ ശക്തമാണ്. അതിൻ്റെ രസതന്ത്രം യേശുക്രിസ്തുവിന് മനസ്സിലായി. പരീശരുടെയും സാധൂക്യരുടെയും ദുരുപദേശത്തിൻ്റെ രസതന്ത്രം യഹൂദ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ജീവശാസ്ത്രപരമായ വ്യതിയാനങ്ങൾ കർത്താവിൻ്റെ മനസ്സിൽ ശക്തമായി നിലകൊള്ളുന്നു. ഇവിടെയാണ് ഗുരുവിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തീയ നേതൃത്വത്തിൻ്റെ ശ്രേഷ്ഠത ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ മത നേതൃത്വം എടുത്താൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് ഏത് വിഷയങ്ങൾക്കാണ്? ന്യൂനപക്ഷ അവകാശം, സംവരണ പ്രശ്നം. ഇടയ്ക്ക് ഓരോ കാലഘട്ടത്തിലും ചില സമയത്ത് വളരെ അസ്തമിച്ചു നിൽക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മധ്യവർജന ധാർമ്മിക ഉന്നമന സമിതി, കാർഷിക സമരങ്ങൾ, ഇതിനൊക്കെ നേതൃത്വം നൽകി ക്രൈസ്തവ മത നേതൃത്വം സംതൃപ്തി അടയുകയാണ്. എന്നാൽ കാതലായ വിഷയം തിരിച്ചറിയുന്നില്ല. ഈ സുറിയാനി ക്രിസ്ത്യാനി സമൂഹം അന്യം നിന്നു പോകുന്ന ഒരു സമുദായമായി തീരുന്നു എന്നത് ജനസംഖ്യാ സർവേകൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. കാരണം ദ്രുതഗതിയിലാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറയുന്നത്. അതിന് പല കാരണങ്ങൾ. വളരെ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനി സമൂഹത്തെ, അതിൻ്റെ ജനസംഖ്യ പ്രതിദിനം കുറയത്തക്ക രീതിയിൽ വ്യവസ്ഥാപിത രീതികളിലൂടെ പലരും നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച്, നടത്തുന്ന ചില വളരെ ശക്തമായ മാർഗങ്ങളെക്കുറിച്ച് നമ്മുടെ ഗുരുസ്ഥാനികളും നേതൃത്വവും മനസ്സിലാക്കുന്നില്ല. ലവ് ജിഹാദ് യഥാർത്ഥത്തിൽ പല ജിഹാദുകളിൽ ഒന്ന് മാത്രമാണ്. എക്കണോമിക്കൽ ജിഹാദുണ്ട്, ലവ് ജിഹാദുണ്ട്, അതുപോലെ തന്നെ ലാൻഡ് ജിഹാദുണ്ട്. വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നു. അതുപോലെ തന്നെ വിവിധ മതങ്ങളിലേക്ക് ക്രൈസ്തവ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിൽ വളരെ ബുദ്ധിപൂർവം പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകുന്നു. സഹോദരങ്ങളെ, അന്യമതത്തിലേക്ക് ചേക്കേറുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അതൊരു കാതലായ വിഷയമായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ, കോടതി വിധിയുടെ പേരിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പം ഒരുമിച്ച് കൂടിയിരുന്ന് കൗദാശിക ബന്ധം വേർപെടുത്താമെന്ന് പ്രഘോഷിക്കുന്ന നേതൃത്വം യഥാർത്ഥത്തിൽ സ്വന്തം മകൾ അന്യജാതിക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയതിൽ മനപ്രയാസപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന കാണുന്നില്ലേ?
എന്താണ് സഹോദരങ്ങളെ? കാതലായ വിഷയം നമ്മൾ വിസ്മരിക്കുന്നു. കാലിക ഉപദേശം നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ നിങ്ങളും ഒന്നോർക്കണം, പല ഇടവകകളിൽ നിന്നും ആളുകൾ പള്ളി വിട്ടിട്ട് പോയത് യഥാർത്ഥത്തിൽ ശരിയായ കാരണം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അതത് കാലഘട്ടങ്ങളിലെ ട്രസ്റ്റിയും സെക്രട്ടറിയും വികാരിയും മനുഷ്യത്വത്തോടെ ഒന്ന് ഇടപെടുവാൻ സാധിക്കാതെ പോയതിൻ്റെ പേരിൽ കൂട്ടായ്മയുടെ പുറകെയും വിശ്വാസ വിപരീതങ്ങളുടെ പുറകെയും പോയ എത്രയെത്ര കുടുംബങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. തെക്കും വടക്കും മുളച്ചു വന്ന പല കാരിസ്മാറ്റിക് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള കൂട്ടായ്മകളിലേക്കും അനവധി മലങ്കര സഭാ മക്കൾ ചേക്കേറിയതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വേദനയുണ്ടോ? കാതലായ വിഷയം തിരിച്ചറിയുന്നില്ല. കാലികമായ ഉപദേശം നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് യേശു ക്രിസ്തുവും ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. യേശു ക്രിസ്തുവിൻ്റെ വിഷയം അപ്പത്തിൻ്റെ അഭാവം അല്ല, യെരൂശലേമിലെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളല്ല, മറിച്ച് ദുരുപദേശത്തിൻ്റെ സ്വാധീനം തലമുറയെ നശിപ്പിക്കുമെന്ന ബോധ്യം യേശു ക്രിസ്തുവിനുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ നല്ല ഗുരു എന്ന നിലയിൽ തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പരീശരുടെയും സാദൂക്യരുടെയും മതജീവിത ശൈലിയും ദുരുപദേശവും. അതാണ് ആത്മീയതയെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇന്ന് സഭാജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വരും തലമുറയെ നശിപ്പിക്കുന്ന പ്രവണത എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ശരിയായ നേതൃത്വം നൽകുവാൻ, ആത്മീക നേതൃത്വം നൽകുവാൻ നമ്മൾ പ്രാപ്തരായി തീരത്തുള്ളൂ. എന്താണ് പരീശരുടെയും സാദൂക്യരുടെയും ദുരുപദേശം? നമുക്കൊന്ന് വിലയിരുത്തിയാൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ സാഹചര്യങ്ങളോടനുസരിച്ച് പരീശരുടെയും സാദൂക്യരുടെയും ദുരുപദേശത്തെ നമുക്ക് വിലയിരുത്താം. ഒന്ന്, ഇത് രണ്ടും, പരീശന്മാരും സാദൂക്യരും, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലനിർത്തിയ രണ്ട് സമൂഹമാണ്. ഒന്ന്, റിച്വലിസ്റ്റ്സ് അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെ ആചാര മര്യാദകൾക്ക് മാത്രം പ്രാധാന്യം നൽകി ആ ആചാരങ്ങൾ ഞങ്ങളെ രക്ഷിക്കും എന്ന് പ്രതീക്ഷിച്ച ഒരു കൂട്ടം മനുഷ്യർ, അവരാണ് പരീശർ. അവർ കൃത്യമായി മതനിയമങ്ങൾ പാലിക്കുന്നു, ന്യായപ്രമാണത്തെ ദൈവവചനമായി കരുതുന്നു, അതുപോലെ തന്നെ പാരമ്പര്യത്തിലും പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലും വിശ്വസിക്കുകയും അത് വള്ളിപുള്ളി വിസർഗം കൂടാതെ പാലിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിലും ഉപരി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ സെലസ്റ്റിയൽ ബീയിങ്സ്, മാലാഖമാരെക്കുറിച്ചും ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു, വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അന്ന് നിലവിലിരുന്ന റോമ ഭരണത്തെ എതിർക്കുന്നു, ഹേരോദാവിനെ ശക്തമായി എതിർക്കുന്നു. ഇതാണ് പരീശരെക്കുറിച്ച് ഒരു സംക്ഷിപ്ത രൂപം നൽകിയാൽ നമുക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ. എന്നാൽ സാദൂക്യർ അങ്ങനെയല്ല. അവർ മതജീവിതം എങ്ങനെ അവർക്ക് ആദായകരമായി തീർക്കാം എന്ന് മാത്രം ചിന്തിച്ചവരാണ്. വേദപുസ്തകം അല്ലെങ്കിൽ ന്യായപ്രമാണം ദൈവവചനം എന്ന തരത്തിലൊന്നും കാണുന്നില്ല, മറിച്ച് എ യൂസ്ഫുൾ മോറൽ ഗൈഡ്, ഒരു മതജീവിതത്തിലെ ധാർമ്മികമായ വഴിനടത്തിപ്പിനുള്ള ഒരു ഗ്രന്ഥം, അത്രമാത്രം ചിന്തിച്ചു. അതുപോലെ തന്നെ പുനരുത്ഥാനത്തിലോ മാലാഖമാരിലോ ആത്മാക്കളിലോ ഒന്നും പരീശന്മാരെ ചിന്തിക്കുന്നത് പോലെയും വിശ്വസിക്കുന്നത് പോലെയും സാദൂക്യർ ചിന്തിച്ചില്ല. അതുപോലെ തന്നെ അവർ റോമ ഭരണകൂടത്തെ അനുകൂലിക്കുകയാണ്. ഹേരോദാവിൻ്റെ വലിയ സപ്പോർട്ടേഴ്സാണ് യഥാർത്ഥത്തിൽ സാദൂക്യർ. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ രണ്ടു കൂട്ടരുടെയും സ്വഭാവത്തെ ഒന്ന് വിശദീകരണം ചെയ്താൽ, ഒന്ന് ആചാര നിബിഡം, ആചാരത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ രണ്ടാമത്തേത് ആദായ നിബിഡം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് എന്താണ് നമുക്ക് ആദായം ഉണ്ടാകുന്നത് എന്നാണ് സാദൂക്യർ ചിന്തിക്കുന്നത്. ഈ രണ്ട് കാഴ്ചപ്പാടുകൾ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പരീശന്മാരുടെയും സാദൂക്യരുടെയും
പുളിമാവ്. ഇന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഇന്നും ആത്മീയ ജീവിതത്തിൽ കാണുന്ന രണ്ട് വൈരുദ്ധ്യങ്ങളാണ് റിച്വലിസവും റാഷണലിസവും. റിച്വലിസം ആൻഡ് റാഷണലിസം. ചിലർക്ക് മതം കേവലം ആചാര അനുഷ്ഠാനങ്ങൾ മാത്രം. ചിലർക്ക് മതം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും സ്വജനപക്ഷപാതവും അത് നിർവഹിക്കുന്നതിനും അവരുടെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഉപാധി മാത്രം. ഈ രണ്ടു വീക്ഷണങ്ങളും ആധ്യാത്മികതയെ നശിപ്പിക്കുമെന്ന് യേശുക്രിസ്തുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത്, പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണം. സഹോദരങ്ങളെ, അനുഷ്ഠാനങ്ങൾ ആവശ്യമുള്ളതാണ്. ആചാരങ്ങൾ അനുപേക്ഷണീയമാണ്. ഏതർത്ഥതലത്തിൽ? അത് നമ്മുടെ ആന്തരികമായ വ്യതിയാനത്തിലേക്ക് നമ്മെ നയിക്കണം. ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുവാനും അതിനെ നയിക്കുവാനും പ്രാപ്തമായി തീരണം ആചാരാനുഷ്ഠാനങ്ങൾ. അല്ലാതെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കേവലം മതനിയമമായി അധപ്പതിക്കുകയേ ഉള്ളൂ. അതുപോലെ തന്നെ ലഭിച്ചിരിക്കുന്ന സ്ഥാനങ്ങളും നേതൃത്വ സാഹചര്യങ്ങളുമൊക്കെ അവനവൻ്റെ സുഖസൗകര്യത്തിനു വേണ്ടി സാധാരണ മനുഷ്യരുടെ അഭിവൃദ്ധിയും സമുദായത്തിൻ്റെ നിലനിൽപ്പും ചിന്തിക്കാതെ അവനവൻ്റെ സുഖസൗകര്യത്തിനു വേണ്ടി കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്നുവെങ്കിൽ അത് തലമുറയോട് ചെയ്യുന്ന വലിയ ദോഷമാണ്. യഥാർത്ഥത്തിൽ സാധുക്യരും പരീശരും അവർ സമൂഹത്തിൻ്റെ മുൻപിൽ കാണിക്കുന്ന മതജീവിതത്തിൻ്റെ ഒരു മുഖമുണ്ട്. ആ മുഖമല്ല അവരുടെ യഥാർത്ഥ സ്വഭാവമെന്ന് യേശുക്രിസ്തു തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഓർത്ത് പറയുന്നു, അവരുടെ ജീവിതത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുന്നു, പരീശരുടെയും സാധുക്യരുടെയും പുളിച്ചമാവിനെ സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ, പൊതുജീവിതത്തിൽ ഒരു മുഖം, വ്യക്തി ജീവിതത്തിൽ മറ്റൊരാവരണം. ഇതിനെയാണ് സത്യത്തിൽ കപടഭക്തി എന്ന് പറയുന്നത്. പരീശരുടെയും സാധുക്യരുടെയും മതജീവിതത്തിൻ്റെ രണ്ടാം ഭാഗം കപടഭക്തിയാണ്. യേശുക്രിസ്തു തൻ്റെ ഉപദേശത്തിൽ, പ്രത്യേകിച്ച് വളരെ പരിമിതമായ 3.5 വർഷക്കാലത്തെ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് എത്രമാത്രം ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് പാവപ്പെട്ട മനുഷ്യരെ സമീപിക്കുന്നത്. കുഷ്ഠരോഗിയോട് എന്തൊരു സ്നേഹത്തിൽ, എന്തൊരു കരുതലിൽ കർത്താവ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും കരുണ കാണിക്കുന്നു, പിറവിക്കുരുടനോടും സ്നേഹം കാണിക്കുന്നു. എന്നാൽ അതേ യേശു പ്രതികരിക്കുന്നത് എത്ര കഠിനമായിട്ടാണ് കപടഭക്തന്മാരോട്. കർത്താവിന് സഹിക്കാൻ മേലാത്തത്, യേശു ക്രിസ്തുവിന് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് കപടഭക്തിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വെള്ള തേച്ച ശവക്കല്ലറുകളെ നിങ്ങൾക്ക് ഹാ കഷ്ടം. ഈ കപടഭക്തിയുടെ മുഖം എന്താ? പിതാവായി ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, കപടഭക്തന്റെ പ്രത്യേകത, അദ്ദേഹം മുഴുവൻ ലോകത്തെയും വിധിക്കും, എന്നാൽ സ്വയമേവ ന്യായീകരിക്കും. ഇന്നത്തെ പലരെയും ഒന്ന് മനസ്സിൽ വെച്ച് ചിന്തിച്ചേ. മറ്റെല്ലാവരെയും വിധിക്കും, അവരെല്ലാം ചെയ്യുന്നത് തെറ്റാണ്, സഭയ്ക്ക് ഒരു പ്രയോജനം അവരിൽ നിന്നില്ല, എന്നാൽ സ്വയമായി ന്യായീകരിക്കും. ഇതിനെയാണ് സത്യത്തിൽ കപടഭക്തി എന്ന് പറയുന്നത്. സംസാരത്തിൽ ദൈവീകത, പ്രവർത്തനങ്ങളിൽ അഴിമതി. സംസാരത്തിൽ ദൈവീകത, എന്തൊരു ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത്, എന്നാൽ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ഒരു നന്മ പോലും ഈ വക മനുഷ്യരിൽ നിന്ന് കടന്നു വരുന്നില്ല. സോഷ്യൽ മീഡിയകളിൽ സംവാദത്തിന് വരുമ്പം എന്തൊരു സോഷ്യലിസം. എന്നാൽ ദൈവഭക്തിയുടെ മാനദണ്ഡം നോക്കുമ്പം പ്രവർത്തന മേഖലകളിൽ അഴിമതി. ദൈവഭക്തിയുടെ മുഖമാണ്, പക്ഷെ വാർഷിക കണക്ക് അവതരിപ്പിക്കുമ്പോൾ മിച്ചമൊന്നുമില്ല. ഇതാണ് മതജീവിതത്തിൻ്റെ തായ്വേരിളക്കുന്നത്. സാമ്പത്തിക അഴിമതിയും സ്വജനപക്ഷപാതവും അതൊരിക്കലും പിന്തുടരുവാൻ സാധിക്കാത്ത സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ഉപഫലമാണ് യഥാർത്ഥത്തിൽ ഈ സുഖലോലുപത. ഞാൻ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. ലഭിക്കുന്ന കൈമുത്തുകളും പിരിച്ചെടുക്കുന്ന സംഭാവനകളും ഇഷ്ടജനങ്ങൾക്ക് മാത്രം. ജ്യേഷ്ഠനും അനുജനും കുടുംബക്കാരും സുഖിക്കുന്നു. സഭയുടെ പൊതുഭണ്ഡാരത്തിൽ എന്നും ദാരിദ്ര്യം. ഇത് അവസാനിപ്പിക്കണ്ടേ? ഇതിനൊരു മാറ്റം വരണ്ടേ? യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പ്രതിധ്വനിപ്പിച്ച ശബ്ദം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. കർത്താവ് പറയുന്നു, സൂക്ഷിക്കണം, ഈ പുളിമാവ് യഹൂദ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു കളയും. മതനിയമത്തിൻ്റെ ആക്ഷരിക വ്യാഖ്യാനം
അതാണ് പരീശരും സാദൂക്യരും നിർവഹിക്കുന്ന മതജീവിതത്തിൻ്റെ പ്രസക്തി. എന്നാൽ ആത്മീക പ്രമാണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. കുഷ്ഠരോഗം വന്നവൻ, അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം. പിറവിക്കുരുടൻ, അവൻ്റെ അന്ധതയുടെ കാരണം ജന്മന അവനും കുടുംബക്കാരും നിർവഹിച്ച പാപമാണ്. എന്തൊരു വിശദീകരണം! കാരണം ഇതാണ് നിയമത്തിൻ്റെ കുരുക്കുകൾ. നമ്മളൊന്ന് നോക്കിക്കേ, യേശുക്രിസ്തു നിയമത്തെക്കാളും മനുഷ്യത്വത്തെ സ്നേഹിച്ചു. മനുഷ്യത്വത്തിൻ്റെ മുഖം ആധ്യാത്മിക ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ പരീശരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവ്, അതിൻ്റെ രസതന്ത്രം എല്ലാ ആത്മീകതയും നശിപ്പിച്ചു കളയും. നമ്മളൊന്ന് ഓർത്തു നോക്കണം, ഇതര സഭാവിഭാഗങ്ങളിലേക്കും പള്ളികൾ ഉപേക്ഷിച്ച്, വിശ്വാസം ഉപേക്ഷിച്ച് നമ്മുടെ പല ആളുകളും വിവിധ മതങ്ങളിലേക്ക് ചേക്കേറിയതിൽ നമ്മുടെ ഇടപെടലിൻ്റെ, നമ്മുടെ സഹവർത്തിത്വത്തിൻ്റെ ഒരു തിന്മയുടെ ഭാഗമില്ലേ? ഇത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ ഇന്ന് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രേരണയാണ് അനേകർ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നവരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും? വിശകലനം ചെയ്തിട്ടുണ്ടോ? ചില പള്ളികളിൽ പറയുന്നത്, അവൻ ഇങ്ങോട്ട് തിരികെ വന്നാൽ പള്ളി പണിതതിന് നമ്മൾ കൊടുത്തിടത്തോളം പൈസ മുഴുവൻ അവൻ്റെ നിന്ന് വാങ്ങിക്കണം. എന്തെല്ലാം നിയമങ്ങളാണ്! തിരികെ വരാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ വിരുന്നിലും ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പിലും ഒക്കെ പോയി പല പല കാരണങ്ങളാൽ പോയവർ, അവർക്കിന്ന് തിരികെ വരാൻ ആഗ്രഹമുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ മലങ്കര സഭയിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, എല്ലാം മറന്ന് സ്വീകരിക്കുവാനുള്ള ഒരു മനസാക്ഷി രൂപപ്പെടുത്തണ്ടേ? അവിടെയാണ് പരീശരുടെയും സാദൂക്യരുടെയും ആക്ഷരിക പ്രമാണമല്ല, ആത്മാവിൻ്റെ പ്രമാണമാണ് തൻ്റെ ശിഷ്യന്മാർ അനുധാവനം ചെയ്യേണ്ടതെന്ന് യേശുവിനെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സൂക്ഷിക്കണം, പരീശരുടെയും സാദൂക്യരുടെയും പുളിച്ചമാവിനെ സൂക്ഷിക്കണം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്ന് ഐഡിയോളജിക്കൽ ബ്രെയിൻ വാഷ് ആൻഡ് ബ്രാൻഡിങ്. എന്താ ഇതിൻ്റെ അർത്ഥം? മസ്തിഷ്ക ക്ഷാളനം, പക്ഷം തിരിക്കൽ. സോഷ്യൽ മീഡിയകളിലെ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പം, ചില പ്രതികരണങ്ങളൊക്കെ കാണുമ്പം എത്രമാത്രമാണ് ചരിത്രത്തിനും സത്യത്തിനും എതിരായി വളരെ വിദ്യാഭ്യാസമുള്ള മനുഷ്യർ പോലും നിലകൊള്ളുകയാണ്. ഇത് മതജീവിതത്തിലെ ദുരുപദേശത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. 30 വർഷം മതി. ഒരു 30 വർഷം, ഒരു തലമുറയുടെ കാലഘട്ടം എന്ന് പറയാം. ഒരു കൂട്ടം സമൂഹം, ഒരു കൂട്ടം ആത്മീയ നേതൃത്വം, അവരൊരു പദ്ധതിയുടെ ഭാഗമായി ചിലതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ജനം മുഴുവൻ, എത്രമാത്രം വിദ്യാഭ്യാസമുള്ള മനുഷ്യർ പോലും അതിലങ്ങ് വീണുപോകും. അതാണ് യഥാർത്ഥത്തിൽ ഈ ബ്രെയിൻ വാഷ്. തലച്ചോറിനെ മാറ്റിമറിക്കുകയാണ്. സ്വതന്ത്ര ചിന്തയ്ക്കും അതുപോലെ തന്നെ സ്വന്തമായ വിലയിരുത്തലിനും യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ മനുഷ്യർ ഇതിൽ വീണുപോകും. അതാണ് ഈ പുളിച്ച മാവിൻ്റെ ശക്തി. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, യാതൊരുവിധ തെറ്റും ചെയ്യാത്ത മനുഷ്യരെ കൂട്ടമായി കൊന്നുകളയണം, അതിന് നീയും പോയി മരിച്ചു എന്ന് പറയുന്ന മത തീവ്രവാദത്തിൽ അവർ പറയുകയാണ്, ഇത് കഴിഞ്ഞ് നീ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പം ഇഷ്ടം പോലെ ആഗ്രഹിക്കുന്ന എല്ലാ സമ്പത്തും, സുന്ദരിമാരായ സ്ത്രീകളും, ഇഷ്ടം പോലെ ഭോജനവും, ഇതെല്ലാം നിനക്ക് കിട്ടുമെന്ന് എഞ്ചിനീയറിംഗിൻ്റെ ഉന്നത ബിരുദധാരി വിശ്വസിക്കണമെങ്കിൽ മതജീവിതത്തിൻ്റെ പുളിച്ച മാവിൻ്റെ ശക്തി എത്ര ഭയങ്കരം! ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഫിലോസഫേഴ്സും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പുളിച്ച മാവിൻ്റെ ഇരകളായി നുരഞ്ഞു പൊങ്ങുന്ന കുഴച്ച മാവിൻ്റെ വികൃത രൂപങ്ങൾ. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീക പ്രേരണ നമ്മെ ശക്തിപ്പെടുത്തേണ്ടത് സ്വതന്ത്രമായി ചിന്തിക്കണം, സ്വന്തമായി വിലയിരുത്തണം. ആരാണ് പറയുന്നത് എന്നതല്ല, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരീശന്മാരുടെയും സാദൂക്യരുടെയും
പുളിച്ച മാവിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. കർത്താവിൻ്റെ അപ്പോസ്തോലനെ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടമില്ലെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ ആളുണ്ടായിരുന്നു. അതാണ് മലങ്കര സഭയുടെ ചരിത്രം. അപ്പോൾ പുളിച്ച മാവിൻ്റെ ശക്തി എത്ര ഭയങ്കരം! സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊന്നും പറയാൻ മേല. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ഓരോ പക്ഷത്താക്കി ബ്രാൻഡ് ചെയ്യുകയാണ്. അത് യഥാർത്ഥത്തിൽ എല്ലാ സമൂഹത്തിലും വരുന്ന ഒരു കാര്യം. രാഷ്ട്രീയമായി സമുദായത്തിലെ തന്നെ പല പക്ഷങ്ങളും പല ഗ്രൂപ്പുകളുമായി തരംതിരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ വലിയ പ്രശ്നം. ഇന്നത്തെ പുളിച്ച മാവിൻ്റെ മുഖം അതാണ്, ബ്രാൻഡിങ് ആൻഡ് ബ്രെയിൻ വാഷ്. സഹോദരങ്ങളെ, ഒരു കൊച്ചു യാത്ര ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട് തന്നെ മറന്നു. പടക് കയറി അക്കരയ്ക്ക് പോയി. ഒരു ചെറിയ യാത്ര ജീവിതത്തിൻ്റെ പുതിയ യാത്രയ്ക്ക് തുടക്കമായി. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കട്ടെ. കാലികമായ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കാതലായ ഉപദേശം നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ, മതനേതൃത്വത്തിന് സാധിക്കട്ടെ. പരീശന്മാരുടെയും സാധുക്യരുടെയും റിച്വലിസവും റാഷണലിസവും അത് മാറിയിട്ട് യഥാർത്ഥത്തിലുള്ള ആത്മീക പന്ഥാവിലേക്ക് വഴിതിരിഞ്ഞു പോകുവാൻ, ശരിയായ മാർഗം അത് മനസ്സിലാക്കുവാൻ, യഥാർത്ഥ ഗുരുവായ യേശുക്രിസ്തുവിൽ നിന്ന് ശരിയായ ഉപദേശം സ്വീകരിക്കുവാൻ ഈ ചെറിയ യാത്ര നമുക്കും ഇടവരുത്തട്ടെ. അപ്പം മറന്നുപോയി, ഒരു ചെറിയ മറവി, അതാണ് ശിഷ്യന്മാരുടെ ഭാഗത്തുണ്ടായത്. എന്നാൽ എന്നും ഓർക്കേണ്ടിയ ജീവിത രേഖകൾ ഈ മറവിയിലൂടെ അവർക്ക് തിരിച്ചു കിട്ടി. നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റിയേക്കാം, കുറവുകൾ സംഭവിച്ചേക്കാം. എന്നാൽ ഒരു കുറവ് നാശത്തിലേക്കല്ല, ഒരബദ്ധം പൂർണ്ണമായ നാശത്തിലേക്കല്ല, മറിച്ച് മഹത്തരമായൊരു തിരിച്ചുവരവിലേക്ക് നയിക്കും. സർവശക്തനായ ദൈവം അതിനെ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.